ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ गोपेश गोपिकान्त राधाकान्त नमोस्तुते. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. व्रज सेवा प्रभु. Okay, who can translate in Hindi for me? Who can translate? जिन भक्तों को हिंदी अनुवाद चाहिए वो सब प्रभु के साथ उस कॉर्नर पे जाइए, प्रभु जी हिंदी में अनुवाद करेंगे. यहाँ प्रवचन मलयालम में होगा. जिन भक्तों को हिंदी चाहिए, प्रभु एंगे आपने पक्का बोले, जिन भक्तों को हिंदी अनुवाद चाहिए प्रभु जी करेंगे तो आप वहां बैठ सकते हैं, क्योंकि कार्यक्रम तो मलयालम में होगा. सॉरी फॉर द ट्रबल. यू आर ऑल आउटस्टैंडिंग डिवोटीज, सो वी आर सेंडिंग यू आउट. സോ മലയാളം ഭക്തർ കുറച്ചിങ്ങോട്ട് അവർക്ക് സൈഡ് കൊടുത്ത് കുറച്ചിങ്ങോട്ട് വന്നോളൂ. ഓക്കെ, നിങ്ങൾ കുറച്ചിങ്ങോട്ട് വരാമോ? അവിടെ സ്ഥലം തികയില്ല, ഇങ്ങോട്ട് വന്നോളൂ. ഫ്രം ദിസ് സൈഡ്. ഒന്ന് ഇങ്ങോട്ട് വരാമോ? മലയാളം സംസാരിക്കുന്നവർക്ക് ഇനി മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് വരും. ओके. श्री श्री कृष्ण बलराम मंदिर में आप सबको हार्दिक स्वागत है. आज राधाष्टमी, तो राधाष्टमी का स्पेशल ब्लेसिंग्स आपका ऊपर भगवान का होगा. आपका जीवन धन्य होगा. थैंक यू सो मच फॉर कमिंग. श्रीमती राधारानी की साउंड बोला. श्रीमती राधारानी की. हरे कृष्ण. ഇന്ന് വളരെ ഒരു സുദിനമാണ്, രാധാഷ്ടമി ദിവസം.
പ്രഭു ഉറക്കെ സംസാരിച്ചാലേ എല്ലാവർക്കും കേൾക്കുള്ളൂ. और you should come in the middle, बीच में आ जाइए. So ഈ രാധാഷ്ടമി കൃഷ്ണഭക്തർക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് രാധാഷ്ടമി. എങ്ങനെയാണോ നമ്മൾ കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ചിലപ്പോൾ അതിനേക്കാളും ഒരു പടി കൂടുതലാണ് രാധാഷ്ടമി. കാരണം രാധാറാണി, രാധാദേവിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആന്തരികമായ ആനന്ദശക്തി. ഭഗവാന് ആനന്ദം, ഭഗവാന്റെ ആനന്ദത്തിന് ഒരു രൂപമെടുത്തു കഴിഞ്ഞാൽ ആ രൂപമാണ് ശ്രീമതി രാധാറാണി. ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേരാണ് നമ്മളെ ആരെങ്കിലും മനസ്സിലാക്കണം, നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ? എല്ലാവർക്കും ഉണ്ട്. നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കണം, നമ്മളെ സ്നേഹിക്കണം, ഞാൻ ചെയ്യുന്ന ശരിയും തെറ്റും അവർ പൊറുക്കണം, ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഭാഗവതം പറയുന്നു, സ്നേഹം, പ്രേമമുള്ള സ്ഥലത്ത് മാത്രമേ ശരിയും തെറ്റിനും സ്ഥാനമില്ലാതെ ഉള്ളൂ. എവിടെ സ്നേഹം കുറയുമോ അവിടെ ശരിയും തെറ്റിനുമുള്ള പ്രാധാന്യം കൂടും. നമ്മൾ ലൈഫിൽ പറയാറുണ്ട്, നീ ചെയ്തത് ശരിയായില്ല, നീ അന്ന് സംസാരിച്ചത് ശരിയായില്ല. ഒരു ദമ്പതി, ഒരു കപ്പിൾ എടുത്തു കഴിഞ്ഞാൽ വിവാഹം നടന്ന ഉടനെ എന്ത് മണ്ടത്തരം ചെയ്താലും ഭാര്യ പറയും, ഓ ചേട്ടൻ ഭയങ്കര തമാശക്കാരനാണ് എന്നൊക്കെ പറയും. എന്ത് കോപ്രായം ചെയ്താലും ആ പെണ്ണ് സഹിക്കും. ഒരു 3 മാസം കഴിഞ്ഞ് ഒന്ന് ഷർട്ട് മാറിയിട്ടാല്, പാൻറ് മാറിയിട്ടാല്, അങ്ങോട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വലിയ കുറ്റമായി തീരും. ഈ ഒരു അനുഭവം എത്ര പേരുടെ കുടുംബ ജീവിതത്തിലുണ്ട്? 2 പേരെ കൈയുയർത്തിയുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം സമ്മതം ഉണ്ടായിട്ടും കൈ ഉയർത്താത്തവർ എത്ര പേരാണ്? അപ്പൊ ആദ്യം എല്ലാം നമുക്ക് സ്വീകാര്യമായിരുന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ തെറ്റുകുറ്റം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തായിരിക്കും കാരണം? എന്താണ് നിനക്കറിയാമോ? സഹിക്കുന്നുണ്ടാ? പിന്നെ സഹിക്കാറില്ല? നിന്റെ അച്ഛനമ്മയെ അത് കാണിച്ച അമ്മ അവിടെ ഉണ്ടാ? പാവം വീട്ടിൽ കണ്ട് എല്ലാം പഠിച്ചു വെച്ചിരിക്കാം. അപ്പോ സ്നേഹത്തിൻ്റെ മൂല്യം കുറയുമ്പോൾ ശരിയും തെറ്റിനും സ്ഥാനമുണ്ടാക്കുന്നു. അതേസമയം സ്നേഹം വർദ്ധിക്കുമ്പോൾ അവിടെ ശരിയും തെറ്റുമില്ല, എല്ലാം നമ്മൾ പൊറുക്കാൻ തുടങ്ങും. ഇതൊക്കെ ആ ആധ്യാത്മിക ലോകത്തിൽ ഉണ്ടാകുന്ന ശുദ്ധമായ കൃഷ്ണപ്രേമത്തിൻ്റെ ചെറിയ റിഫ്ലക്ഷൻ, പ്രതിച്ഛായയാണ്. നമുക്ക് ഭഗവാനോട് ശുദ്ധമായ പ്രേമമുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ഒന്നിലും നമുക്ക് ബുദ്ധിമുട്ടില്ല, നമുക്ക് ഭൂമിയിൽ ശത്രുക്കളില്ല, നമുക്ക് ഭൂമിയിൽ വിഷമമില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം ആ പരിശുദ്ധമായ പ്രേമം ഉണ്ടെങ്കിൽ ബാക്കി ഇവിടത്തെ കാര്യം ഒന്നും ഒരു പ്രശ്നം വരില്ല. ഉദാഹരണം, നിങ്ങളുടെ പോക്കറ്റിൽ 1 ലക്ഷം രൂപ ഉണ്ട് കാശ്. 1 2 രൂപ നഷ്ടപ്പെട്ടു, നിങ്ങൾ വിഷമിക്കോ? 1 ലക്ഷം രൂപയുണ്ട്, പക്ഷെ ഒരു 2 രൂപ നഷ്ടപ്പെട്ടു പോയി, വിഷമം വരുമോ? വിഷമം വരുമോ? ഈ മഹാപിശുക്കനാണെന്താ?
വിഷമം വരില്ല. പരിശുദ്ധമായ കൃഷ്ണപ്രേമം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ ശരിയും തെറ്റുകളും, എന്നെക്കുറിച്ച് അവരിങ്ങനെ വിമർശിച്ചു, എന്നെ കുറ്റം പറഞ്ഞു, എന്നെ കണ്ട് ബഹുമാനിച്ചില്ല, എന്നെ ആദരിച്ചില്ല, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ നിസ്സാരമായി കാണും. എപ്പോൾ നമ്മൾ ഇതിനെ നിസ്സാരമായി കാണും? ഹൃദയത്തിൽ എന്തുണ്ടെങ്കിൽ കൃഷ്ണപ്രേമം, ഭഗവാനോട് ഒരു പ്രേമം, ഒരു സ്നേഹം, മര്യാദ കലർന്നുള്ള ഭക്തിയല്ല, അതും കടന്ന്. ഇപ്പൊ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലോ ആറ്റുകാൽ അമ്പലത്തിലോ പോകുമ്പോൾ ഭക്തജനങ്ങൾ തൊഴുന്നത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ? മുണ്ടെല്ലാം എടുത്ത് കാലിൻ്റെ ഇടയ്ക്ക് മതയ്ക്ക് കുത്തി അങ്ങനെ കുനിഞ്ഞ്, ചിലർ അടിയോടടി, ചെവി പിടിച്ച് വലിച്ച് തലയിൽ പൊട്ടി, അങ്ങനെയല്ലേ തൊഴാൻ. ഒരു അവിടെ ഒരു മര്യാദ കലർന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ബഹുമാനം കലർന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പക്ഷേ കൃഷ്ണന്റെ കാര്യം വരുമ്പോ എങ്ങനെയാ സംസാരിക്കുക? ഉണ്ണിക്കണ്ണ എന്നെ ചതിച്ചു, അല്ലെങ്കിലും അവന് ഇവർ മടിയിലിട്ട് പേര് വെച്ച പോലെ അവന്റെ കുസൃതി അങ്ങനെയാണ്. കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ബഹുമാനമുണ്ടോ? ഒട്ടും. എന്നാ അതുപോലെ നിങ്ങൾ ആരെങ്കിലും നരസിംഹമൂർത്തി എടുത്ത് ചെന്ന് സംസാരിക്കോ? കത്തിച്ച് കളയാൻ ഇല്ലേ? അപ്പോ ഭയഭക്തി അനുസൃതമായ ഒരു പൂജയും ആരാധനയും ഭക്തിയും അതിൽ കടന്ന ഒരു ഇതുമുണ്ട്, ഇല്ലേ? ഇപ്പൊ നമ്മൾ സ്കൂളിൽ ടീച്ചർ അടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ ബഹുമാനത്തോട്, അറ്റ്ലീസ്റ്റ് നേരിൽ കാണുമ്പോൾ ബഹുമാനത്തോട് ടീച്ചർ അടുത്ത് സംസാരിക്കുക. മാനേജർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവരടുത്ത് മാനേജർ അടുത്ത് ബഹുമാനത്തോട് സംസാരിക്കുക. അപ്പുറത്ത് വീട്ടുകാരുടെ അടുത്ത്, എല്ലാവരുടെ അടുത്തും ബഹുമാനത്തോട് സംസാരിക്കും. അമ്മയെടുത്ത് നീ, വാ, പോ. ചില കുഞ്ഞുങ്ങൾ അമ്മയെ പേര് പറഞ്ഞൊക്കെയാ വിളിക്കുക. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പക്ഷെ ഇവരെല്ലാവരെക്കാളും ഉയർന്ന സ്ഥാനമാണ് ആർക്ക്? അമ്മയ്ക്ക്. ഒരു മര്യാദയില്ല. അതായത് ഭയഭക്തിയോടുള്ള ഒരു സമീപനവും അതിൽ കവിഞ്ഞ ഒരു സമീപനവും. എതിനാണ് ഇന്റൻസിറ്റി, തീവ്രത, അറ്റാച്ച്മെന്റ് കൂടുതൽ എവിടെയാണ്? ആ നിയമവും കടന്നുള്ള ഒരു ഭക്തി. കൃഷ്ണ ഭഗവാനെ അങ്ങനത്തെ ഭക്തിയിൽ വലിയ താല്പര്യമില്ല. എങ്ങനത്തെ ഭക്തിയില്? ഈ പേടിച്ച് മുണ്ടൊക്കെ വെച്ചിട്ട് ഹരേ കൃഷ്ണ ഓ, ഭഗവാൻ അവിടെ ഇരുന്ന് ഓ. പക്ഷേ വളരെ അടുത്ത് വന്ന് ഭഗവാന് കൈകൊണ്ട് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമണിയിക്കുക, പൂമാല കൊണ്ട് അലങ്കരിക്കുക. കൃഷ്ണ, അങ്ങയുടെ മയിൽപീലി വളരെ മനോഹരമായിരിക്കുന്നു, പീതാംബര വസ്ത്രം ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ സ്നേഹത്തോട് ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക. അവർ ഭഗവാന്റെ ഹൃദയത്തിൽ വളരെ അടുത്ത വ്യക്തികളാണ്. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റ് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ആരാ? രാധാറാണി. രാധാറാണിയുടെ അനുവാദമില്ലാതെ ഭഗവാന്റെ അടുത്ത് ആർക്കും പോവാൻ സാധിക്കില്ല. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ. അപ്പൊ രാധാറാണിയുടെ അനുവാദം വേണം കൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോകാൻ. പ്രഭു, ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കയ്യിൽ നിന്ന് മസാല വല്ല ഇടുന്നുണ്ടോ? അപ്പോ രാധാറാണി അനുവാദം കൊടുത്താൽ, അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സമീക്ഷത്തിൽ പോവാൻ സാധിക്കുള്ളൂ. ആ ഒരു ഭക്തി, ആ ഒരു ആനന്ദസാഗരം, ആ വിഭാഗം ഏറ്റവും ഉയർന്നതാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പോലും അധികം രാധാറാണിയെ കുറിച്ച് പരാമർശമില്ല. ആചാര്യന്മാർ രാധാറാണിയെ കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. ഭാരതത്തിൽ പ്രാചീനമായ രാധാറാണി ക്ഷേത്രവുമില്ല. നമ്മൾ രാധാദേവിയുടെ ക്ഷേത്രം കാണുന്നതെല്ലാം അടുത്ത കാലത്ത് വന്ന ക്ഷേത്രങ്ങളാണ്. പ്രാചീനമായ പഴയ ക്ഷേത്രം രാധാറാണിക്കില്ല. ഇതെല്ലാം പോകട്ടെ, വേദത്തിൽ രാധാറാണിക്ക് മന്ത്രം പോലും ഇല്ല.
രഹസ്യമാണ് രാധാദേവിയുടെ വിഷയം. എല്ലാവർക്കും അറിയാം കൃഷ്ണ ഭഗവാന്റെ അച്ഛൻ ആരാ, കൃഷ്ണ ഭഗവാന്റെ അമ്മയാരാ, ആരാ കൃഷ്ണ ഭഗവാന്റെ അമ്മ? രേവതിയാണ്. ഉറപ്പാണോ? ദേവകി എല്ലാവർക്കും അറിയാം. പക്ഷേ രാധാറാണിയെ കുറിച്ച് ആർക്കും അറിയില്ല. അതിലും പ്രത്യേകിച്ച് രാധാറാണിക്ക് 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രന്ഥത്തിലും രാധാറാണിയെ കുറിച്ച് ഒന്നും പറഞ്ഞു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളീയർക്കൊക്കെ അറിയാം, പേരൊക്കെ രാധാകൃഷ്ണൻ നായർ, രാധാകൃഷ്ണൻ എന്നൊക്കെ പേര് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ രാധാറാണിയെ കുറിച്ച്, അതും രാധാറാണിക്ക് 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു, എവിടെയായിരുന്നു, എന്താണ്, യാതൊരു പരാമർശവും വേദങ്ങളിലില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അത്രയും ഉയർന്ന വിഷയം, രാധാദേവിയുടെ വിഷയം സംസാരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ ആ വിഷയത്തിനെ മാറ്റിവെച്ചിരിക്കുകയാണ്. എത്രയോ രാധാഷ്ടമി ദിവസത്തില് സ്വാമി പ്രഭുപാദർ പ്രഭാഷണം കൊടുക്കുമ്പോൾ പോലും ആദ്യം തൊട്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പ്രഭാഷണം തീരുമ്പോ ഇന്ന് രാധാഷ്ടമിയാണ്, രാധാറാണിയുടെ അവതാര ദിനമാണ് എന്ന് 4 വാക്ക് പറഞ്ഞു നിർത്തും. കാരണം വ്യാസമഹർഷിയോ ശ്രീശുഖ മഹർഷിയോ ആരും തന്നെ രാധാദേവിയെ കുറിച്ച് സംസാരിക്കാനോ പ്രതിപാദിക്കാനോ അവരാരും ഒരുങ്ങിയിട്ടില്ല. കാരണം ഹൃദയത്തിൽ കാമക്രോധാദികൾ ഇല്ലാത്തവർക്ക് മാത്രം സംസാരിക്കാനുള്ള വിഷയമാണ് ഏത്? രാധാറാണിയുടെ വിഷയം. നമ്മളിൽ എത്ര പേർക്ക് ദേഷ്യമുണ്ട്? അപ്പൊ ഈ ടോപ്പിക്കിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല. കാമക്രോധ മോഹ ലോഭ മതം മാത്സര്യമുള്ളവർക്ക് സംസാരിക്കാനുള്ള വിഷയമല്ല രാധാറാണി. കാരണം ആ ഒരു പ്രേമം, ആനന്ദസാഗരം എന്ന് പറയുന്നത് ഈ കളങ്കങ്ങളും അഴുക്കുകളും ഇതിൻ്റെ എല്ലാം അപ്പുറത്തുള്ള ഒരു വിഷയമാണ്. അപ്പം രാധാറാണിക്ക് അനേകം ഗുണങ്ങളുണ്ട്. എന്നാൽ പുരാണങ്ങളിൽ 24 ഗുണങ്ങൾ പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കം വരുമില്ലെങ്കിൽ ഒരു 4-5 ഗുണം മാത്രം നമുക്കിവിടെ ചർച്ച ചെയ്യാം. വേണോ വേണ്ടേ? ഇപ്പൊ ഉറക്കം വരുന്ന ഇല്ല. ശരി. 1, രാധാറാണിയുടെ ആ ഒരു സ്വഭാവം, ഭഗവാന്റെ അടുത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് പൂർണ്ണമായും നിസ്വാർത്ഥമായ ഒരു സ്നേഹമാണ്. ഭൗതിക ലോകത്തിൽ ജനങ്ങളൊക്കെ പറയുമെങ്കിലും നിങ്ങളെ കെട്ടിക്കഴിഞ്ഞാൽ കഞ്ഞിയായാലും മതി, ഞാൻ സന്തോഷത്തോട് കുടിച്ച് ജീവിച്ചോളാം. പച്ചക്കള്ളം. കീറിയ പായാണെങ്കിലും ഒരു മൂലയ്ക്ക് നിങ്ങളോടൊപ്പം ജീവിച്ചോളാം, നിങ്ങളുണ്ടെങ്കിൽ മാത്രം മതി എന്നൊക്കെ പലരും പറഞ്ഞിവിടെ പലരെയും പറ്റിച്ചിട്ടുണ്ടാകും. 100% കള്ളമാണ്. ഞാൻ പറയുന്നതോട് എത്ര പേര് യോജിക്കുന്നു? തെറ്റിയവരൊക്കെ കൈകൊടുക്കും. എല്ലാവരും യോജിക്കും. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണിക്കുന്ന സ്നേഹത്തിലെല്ലാം എന്തുണ്ട്? സ്വാർത്ഥത തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കുഞ്ഞു പോലും അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടി തൻ്റെ മകനേക്കാളും അധികം മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അമ്മ കുറച്ചെങ്കിലും ദേഷ്യം ആ കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കും. അത് മകൻ മാർക്ക് കുറച്ചെടുത്തത് കൊണ്ടല്ല, അപ്പുറത്തെ വീട്ടിൽ കുമാർ കൂടുതൽ എടുത്തത് കൊണ്ടാണ്. അസൂയ നോക്കണം. പക്ഷേ രാധാറാണിയുടെ വിഷയം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ഒരു സ്നേഹം. അത് ഭൗതിക ലോകത്തിലുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനൊരു ഉദാഹരണം, 2 കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു സൗഹൃദമുണ്ടായി. ഈ 2 കുട്ടികളും തമ്മിൽ ഭയങ്കര അടുപ്പമുള്ള സ്നേഹം, ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ദിവസം ഈ 2 കുഞ്ഞുങ്ങളും കണ്ടുമുട്ടി. ഒരുത്തന്റെ പോക്കറ്റിൽ ഫുള്ള് മാർബിൾസ്, ഈ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കൂലേ, അതിനെന്താ പറയാ? ഗോലി. ഒരുത്തന്റെ പോക്കറ്റിൽ ഫുള്ളും ഗോലി. ഇനിയൊരാളുടെ പോക്കറ്റിൽ മുഴുവനും തിന്നുന്ന മിഠായി പോലത്തെ എന്തോ സാധനം. ഈ 2 കൂട്ടുകാരും അടുത്തു വന്നു. അപ്പോ ഇവർ തമ്മിലൊക്കെ ഭയങ്കര സന്തോഷം, നല്ല സ്നേഹമാണ് ഈ 2 കൂട്ടുകാരും. അപ്പൊ ഒരുത്തൻ എന്ത് ചെയ്തു?
ഞാൻ എൻ്റെതെല്ലാം നിനക്ക് ഗിഫ്റ്റ് തരാം എന്ന് രണ്ടുപേരും സംസാരിച്ചു. അപ്പൊ പോക്കറ്റിൽ ഗോലിയുള്ള കുട്ടി എന്ത് ചെയ്തു? പോക്കറ്റിലുള്ള എല്ലാ ഗോലിയും എടുത്ത് ഫ്രണ്ടിന് കൊടുത്തു. അവനെന്ത് ചെയ്തു? 2 ചോക്ലേറ്റ് പോക്കറ്റിനകത്ത് ഒളിപ്പിച്ചു വെച്ച് ബാക്കി എല്ലാവർക്കും ഇരുന്ന് കൊടുത്തു. മനസ്സിലായോ? 2 ഫ്രണ്ട്സ് തമ്മിൽ കാണുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഒരുത്തൻ പോക്കറ്റിലുള്ള സർവ്വതും എടുത്തു കൊടുത്തു. ഇനി ഒരുത്തൻ പോക്കറ്റിലുള്ള മിഠായി 2 എണ്ണം മാറ്റി വെച്ച് ബാക്കിയെല്ലാം എടുത്തു കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളാണെങ്കിൽ ആരായിരിക്കും? ആ ഗോലി കൊടുത്ത ഫ്രണ്ടാണോ ചോക്ലേറ്റ് കൊടുത്ത ഫ്രണ്ടാണോ? നമ്മൾ ആരായിരിക്കും? എടുക്ക നമ്മളെല്ലാരും ആരാണ്? ചോക്ലേറ്റ്. നമ്മൾ ഫുള്ളും അങ്ങ് കൊടുക്കില്ല. അതാരാണെങ്കിലും ശരി, മുഴുവനും അങ്ങ് വിട്ടുകൊടുക്കില്ല. ശരി, ഇവരെ തമ്മിൽ എക്സ്ചേഞ്ച് നടന്നു. ഓക്കെ, ഈ ഗോലി കൊടുത്ത ഫ്രണ്ട് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാല്, അവന്റെ മിഠായി മുഴുവനും എനിക്ക് തന്നു എന്നവൻ വിചാരിക്കാണ്. മിഠായി കൊടുത്തവൻ എന്താ വിചാരിക്കണേ? അതിന്റെ പോക്കറ്റിൽ ചിലപ്പോ 4-5 മാറ്റി വെച്ചിട്ടാണോ എനിക്ക് തന്നത്? ഇവർ രണ്ടുപേരും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നത്? അവരതുപോലെ ആയതുകൊണ്ട്. ഭൗതിക ലോകത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് മിഠായി കൊടുത്തവരെ പോലെയാണ്. നമ്മൾ സ്വാർത്ഥര, നമ്മൾ അതിനകത്ത് എന്തെങ്കിലും പിടിച്ചു വെച്ചിരിക്കും. കൃഷ്ണഭക്തിയിൽ വരുമ്പോ തന്നെ നമ്മളുടെ പലരുടെയും പ്രാർത്ഥന, കൃഷ്ണ എന്റെ കുറുക്കുവേദന മാറ്റിത്തരണം, എന്റെ മകളുടെ വിവാഹം. നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അമ്പലമുറ്റത്തിൽ കയറിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എല്ലാം അപകരിക്കും. നാളെ തൊട്ട് നമ്മൾ തെരുവിലെന്ന് പറഞ്ഞ ആരെങ്കിലും അമ്പലത്തിൽ വരും? ഇല്ലേ? നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വരുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അമ്പലത്തിൽ പോയാൽ കൂടുതൽ കിട്ടുമെങ്കിൽ പതുക്കെ നമ്മൾ അവിടെയും 2 മണി അടിച്ചേക്കും, ഇവിടെയും 1 മണി അടിച്ചേക്കും. നമ്മളെല്ലാം ആ മിഠായി കൊടുത്ത സുഹൃത്തിനെ പോലെയാണ്, സ്വാർത്ഥര. പക്ഷേ ഗോപികമാർ, ഗോപിക എന്ന് പറഞ്ഞാൽ ഗോപികമാരിൽ ശ്രേഷ്ഠ, രാധിക ആരാധിക്കുന്നവരിൽ ശ്രേഷ്ഠ. ഈ ഗോപികമാർ എന്ത് ചെയ്തു? കൃഷ്ണ ഭഗവാന് ഒരിക്കൽ തലവേദന എന്ന് മനസ്സിലായി. ഉടനെ നാരദ മഹർഷി മരുന്നന്വേഷിച്ചു പോവുക. 14 ലോകവും നാരദ മഹർഷി സഞ്ചരിക്കുന്നുണ്ട്. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന, ഈ തലവേദന മാറണമെങ്കിൽ എന്റെ ഭക്തരുടെ കാലിലിരുന്ന് കുറച്ച് മണ്ണ് വാരി എന്റെ തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ എന്റെ തലവേദന മാറും. നാരദ മഹർഷി, കുറച്ച് മണ്ണ് തായോ എന്ന് ചോദിച്ചു. നാരദൻ പറഞ്ഞു, ഞാൻ എന്റെ കാലിലുള്ള മണ്ണ് അങ്ങയുടെ തലയിൽ ഇട്ടിട്ട് നരകത്തിൽ ചെന്ന് ചാടാനാ, ഞാൻ തരില്ല. എവിടെ ചെന്ന് 14 ലോകത്തിൽ നാരദ മഹർഷി ചോദിച്ചിട്ടും ആരും എന്ത് തരാൻ തയ്യാറായില്ല? മണ്ണ് തരാൻ തയ്യാറായില്ല. ആ നാരദ മഹർഷി വൃന്ദാവനത്തിൽ ചെന്ന് വ്രജഗോപികമാരെടുത്ത് ചോദിച്ചപ്പോ ഓരോരുത്തരും ഒരു ചാക്കെടുത്ത് വെച്ച് അങ്ങ് ചുരട്ടിയെടുത്ത് തരാൻ തുടങ്ങി. കാലിലുള്ള മണ്ണ്. നാരദ മഹർഷി പറഞ്ഞു, നിങ്ങളെല്ലാം നരകത്തിൽ പോകും. അവര് പറഞ്ഞു, കുഴപ്പമേയില്ല, എന്റെ അസ്തിത്വത്തിന്, എന്റെ നിലനിൽപ്പിന് എന്ത് ദോഷം വന്നാലും ശരി, ഭഗവാന്റെ കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്ന നിസ്വാർത്ഥമായ ഒരു ഭക്തി. നമ്മൾ ആ കാറ്റഗറിയിലാണോ? ഒരിക്കലും. നീ നല്ല കുട്ടിയാണ്, നീ എത്രയും പെട്ടെന്ന് കാവിയിടണം, അതാണ് ഒരിക്കലും അല്ല. കറക്റ്റ് ആൻസറാ പറയുന്നത്. നീ ഒന്ന് എണീച്ചിരുന്നു, എല്ലാവരും നോക്കാം, എണീച്ചു ഒരു ഹരേ കൃഷ്ണ. അവന്റെ ആൻസർ ഒരിക്കലുമല്ല. അപ്പോ നമ്മൾ സ്വാർത്ഥരാണ്. അത് തെറ്റല്ല. ആ ഭക്തിയും ഭാഗവതം അംഗീകരിക്കുന്നുണ്ട്. മിശ്രഭക്തി എന്നാ പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ശുദ്ധമായി, നമുക്ക് നമ്മുടെ കാര്യവും നടക്കണം, കൂട്ടത്തിൽ ഭക്തിയും നടക്കണം, എല്ലാം ഒരുമിച്ച് പോകണം. മിശ്രഭക്തി. പക്ഷേ ആ മിശ്രഭക്തിയിലുള്ളവർക്ക് ചിലപ്പം മോക്ഷം വരും. അതേ ബുദ്ധിമുട്ടാണ്, എന്നാലും മോക്ഷം വരെ പോകാം. പക്ഷെ ഈശ്വരപ്രേമം ലഭിക്കത്തില്ല. ഈശ്വരപ്രേമം ലഭിക്കണമെങ്കിൽ 100% നിസ്വാർത്ഥമായ. എങ്ങനെ ഗോപികമാർ, അവർ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ആരുടെ തലവേദന മാറണം?
ശ്രീകൃഷ്ണ ഭഗവാന്റെ തലവേദന മാറണം എന്ന് ആഗ്രഹിച്ചു. അത് ഒരു വിഷയം. നിസ്വാർത്ഥമായ ഭക്തി രാധാറാണി കൃഷ്ണ ഭഗവാന്റെ അടുത്ത് കാണിക്കുന്നത് ആ ഒരു സ്നേഹത്തിന് നിയമങ്ങളില്ല. അത് ഒരു ഭൗതിക നിയമത്തിനും വിധേയമല്ല. ആ സ്നേഹം ഒരു ത്രിഗുണങ്ങളുടെ സ്വാധീനമില്ല. ദ്വന്ദ്വങ്ങൾ, ലാഭം, നഷ്ടം, ജയം, പരാജയം, ദ്വന്ദ്വങ്ങളുടെ സ്വാധീനമല്ല. ഇതിനെല്ലാം അപ്പുറത്തുള്ളതാണ് ആ ഒരു രാധാറാണിയുടെ സെൽഫ്ലെസ്, നിസ്വാർത്ഥമായ ഒരു ഇത്. രണ്ടാമത്തത്, ആ പ്രേമഭാജനത്തിന്റെ തൃപ്തി മാത്രം മതി, തനിക്കതിൽ ഒന്നും വേണ്ട. അവർ സന്തോഷിക്കുമ്പോൾ അത് കണ്ട് ഒരു സന്തോഷം. നമ്മൾ ചിലപ്പം കഷ്ടതയിലായിരിക്കും. അങ്ങനത്തെ, കാരണം രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കുന്ന ഗോപികമാർ സ്നേഹിക്കുമ്പോൾ അവർക്കെല്ലാം വയസ്സ് 7ഉം 8ഉമാണ്. മാത്രമല്ല ഈ വ്രജഗോപികമാരെല്ലാം ആ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞവരാണ്. അപ്പോഴൊക്കെ 5 വയസ്സ് 4 വയസ്സ് എല്ലാം വിവാഹം കഴിഞ്ഞു. ഗോപികമാർക്കെല്ലാം ഏകദേശം ആ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് അവർ ഇരുട്ടത്ത് കൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്നു. എന്തായിരിക്കും അന്ന് സമൂഹം പറയാ? നല്ലത് പറയോ ചീത്ത പറയോ? ഇന്നേ മോശമാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും അവസ്ഥ? അവരുടെ നിലനിൽപ്പ്, അസ്തിത്വം തന്നെ ഇല്ലാണ്ടാവുകയാണ്. പക്ഷേ അവർക്ക് കൃഷ്ണ ഭഗവാന്റെ മുഖത്തൊരു പുഞ്ചിരി മാത്രം മതി. ആ ഗോപികാഗീതത്തിൽ ആ ശ്ലോകമുണ്ട്, പതിസുതന്വയ ഭ്രാതൃബാന്ധവ അതിവിലംഘ്യത്തെ അന്ത്യച്യുതാഗത ഗതിവിദസ്തവോ ഗീതമോഹിത ഹിതവയോഷിത കസ്യജനിഷി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare. രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, രാധാറാണി ആ സ്നേഹത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ആദ്യത്തെ ഗുണം നിസ്വാർത്ഥമായ സ്നേഹം. രണ്ടാമത്തത്, ആ സ്നേഹത്തിലിരുന്ന് ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അങ്ങോട്ട് സ്നേഹിച്ചോണ്ടേയിരിക്കുന്നു, ആള് കുത്തു കല്ല് പോലെ ഇരിക്കുകയാണ്. എത്ര ദിവസം സ്നേഹിക്കും? ഇല്ലേ? ദോശ കൊണ്ടുപോയി കൊടുത്തു, പുതിയ ഡ്രസ്സ് ഇട്ട്, എങ്ങനെയുണ്ട്? സുഖമാണോ? ചിരിച്ചൂടെ? ഒരു റെസിപ്രോക്കേഷനും ഇല്ല. നമ്മൾ തുടർന്ന് സ്നേഹിക്കുമോ? നമ്മൾ സ്വാർത്ഥരാ, നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ രാധാറാണിയുടെ സ്നേഹത്തിൽ ഇങ്ങോട്ട് ഒന്നുമേ കൃഷ്ണ ഭഗവാന്റെ അടുത്തിരുന്ന് പ്രതീക്ഷിക്കുന്നില്ല. കൃഷ്ണ ഭഗവാന്റെ സംതൃപ്തി മാത്രം മതി. ഇതൊക്കെ സ്നേഹത്തിൽ ഏറ്റവും ഉള്ള ചില ഒരു അവസ്ഥകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യും, ഭയങ്കര തിരക്ക്, കാല് കുത്താൻ പോലും ആ വണ്ടിയിൽ സ്ഥലമില്ല.
യസ് പോലെയൊക്കെ വളഞ്ഞാണ് കുറേ നേരം കൊണ്ട് നിൽക്കുന്ന. മുട്ടുവേദന, കാല്, ശരീരത്തിന്റെ ഓരോ ഭാഗവും വേദനിക്കുന്നു. എവിടെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി. ഈ ഒരു അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? എല്ലാവർക്കും. വെൽക്കം ടു കേരള. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങ് എണീറ്റ് നമുക്കൊരു സീറ്റ് കിട്ടണത്. ചാടി അവിടെ ചെന്ന് ഇരുന്നു. ഒരു വലിയ സമാധാനമായി. ഉണ്ടായോ സമാധാനം? ആ കേക്കിനെ നോക്കിയിട്ടല്ല, ഇവിടെ നോക്കി ആൻസർ പറയും. എല്ലാവരും അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. രാധിക നീ എണീറ്റ് നിന്നു. അപ്പോഴേ എല്ലാവരും കാണാൻ പറ്റാറ്. അപ്പോൾ നമുക്ക് സീറ്റില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സീറ്റ് കിട്ടി വലിയ ഒരു സമാധാനമായി. ഒരു ദീർഘശ്വാസം വലിച്ചങ്ങനെ ഇരുന്നപ്പോ ഒരു ഗർഭിണി ലേഡി നിൽക്കാൻ പറ്റാതെ അവിടെ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. വയറൊക്കെ വെല്ല, അത് പാവം, മുഖമൊക്കെ വെളുത്തു പോയി ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? എണീറ്റ് ആ സീറ്റ് കൊടുത്തു. റൈറ്റ്? സീറ്റ് ഇല്ലാതെ ഇരുന്നപ്പോ സീറ്റ് കിട്ടിയപ്പോൾ ഒരു സന്തോഷം കിട്ടിയോ? റൈറ്റ്. അത് കഴിഞ്ഞ് എണീറ്റ് ആ സ്ത്രീയെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ യസ് പോലെ നിന്നു. പക്ഷെ അപ്പൊ ഒരു ആനന്ദം ഉള്ളിൽ ഉണ്ടാകും. ഉണ്ടായോ ഇല്ലേ? ഉണ്ട്. അത് നമുക്കതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ആ ഗർഭിണി വല്ല 10 രൂപ നമുക്ക് തന്നോ? ഒന്നുമില്ല. ചിലപ്പോൾ ഒരു നന്ദി പോലും പറഞ്ഞു കാണില്ല. റൈറ്റ്? എന്നാലും ഞാൻ സെൽഫ്ലെസ് ആയിട്ട് ഒരാൾക്ക് സർവീസ് ചെയ്തു, ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. ഉണ്ടായോ ഇല്ലേ? അതാണ് രാധാറാണി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രേമത്തിന്റെ ഒരു കണിക. നമുക്കത് മനസ്സിലാവില്ല. മനസ്സിലാവാൻ വേണ്ടി ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ആത്മസംതൃപ്തി ആയിരമായി വർദ്ധിച്ചാലാണ് രാധാറാണി കൃഷ്ണ ഭഗവാന്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു നിസ്വാർത്ഥമായ, ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു സേവന മനോഭാവം. അത് രണ്ടാമത്തെ ഗുണം. ശ്രീമതി രാധാറാണിക്ക്. അതന്നെ. മൂന്നാമത്തത് സന്തോഷത്തോടെ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ വോളണ്ടറി ആയിട്ട് നമ്മളെ ബോസ് ചെയ്യാൻ അനുവദിക്കുക. ഇത് മലയാളത്തിൽ എങ്ങനെ പറയും? വിട്ടുകൊടുക്കുക. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു കൊച്ചു മകളെടുത്ത് സ്നേഹമാണ്, അവിടെ ഒന്നും പ്രതീക്ഷിക്കില്ല. അതെന്താ ഈ മടി പിടിച്ചിരിക്കുകയൊന്ന് മുഖത്തുള്ള കണ്ണാടി വലിച്ചെടുത്ത് ഒരാക്കി തരും മുഖം. കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും ഇല്ലേ? നമ്മൾ ചിരിച്ചോണ്ട് എന്നെ അടിച്ചു എന്ന് പറയും. അതായത് സ്നേഹിക്കുന്ന ആളെ മനഃപൂർവം നമ്മളെ ബോസ്, നമ്മളുടെ മേലെ അധികാരവും സ്വാധീനവും ഒരു മമത, എന്റത് എന്ന് ചെയ്യാൻ വോളണ്ടറി അനുവദിക്കുക. കെട്ടിയ 2 ദിവസം നമ്മൾ അനുവദിച്ചു കൊടുക്കും. 3ന്റെ അന്ന് എൻ്റെ സ്വഭാവം മാറും, നീ ഒന്നും മിണ്ടാതെ പോയേ എന്ന് പറയും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, പ്രഭു കല്യാണം കഴിച്ചില്ലല്ലോ, എങ്ങനെ ഇതൊക്കെ അറിയാം? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുടുംബമേ ഉള്ളൂ, എനിക്ക് 100 കുടുംബമുണ്ട്. ഡെയിലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതിനെക്കൊണ്ട് നിങ്ങളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ നമ്മളുടെ മേലെ അധികാരം ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക, നമ്മളെ ഭരിക്കാൻ അനുവദിച്ചു കൊടുക്കുക. അങ്ങനെ അനുവദിച്ച് സ്നേഹിക്കുന്ന ആളുടെ മുമ്പേ തോറ്റു കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം, അത് കൃഷ്ണ ഭഗവാനും രാധാറാണി ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. ഒരുപാട് എന്ത് ചെയ്തു? ഒരുപാട് ലീലകൾ വൃന്ദാവനത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു തവണ ഒരു പൂന്തോട്ടത്തിലെ രാധാറാണിയും കൂട്ടുകാരും പൂക്കൾ പറിക്കാൻ പോയപ്പോ കൃഷ്ണനും കൂട്ടുകാരെല്ലാം വലിയ വലിയ ഒട്ടുവീശയും കമ്പും തലയിലിട്ട് അർപ്പണെല്ലാം വെച്ചിട്ട് അവിടെ പെട്ടെന്ന് കാവൽക്കാരന്മാരായി പ്രത്യക്ഷമായി. അത് മാത്രമല്ല, ഗോപികമാരെ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഗോപന്മാരെല്ലാം മലയാളികളാണെന്നൊരു സംശയം. വാക്കുകൊണ്ട് അന്ന് ഗോപികമാരെ പറഞ്ഞു പേടിപ്പിക്കാം. ഗോപികമാരെല്ലാം പേടിച്ചു. രാധാറാണി ചോദിച്ചു, ഞങ്ങൾ ദിവസം ഈ പൂന്തോട്ടത്തിൽ ഉദ്യാനത്തിൽ പൂക്കൾ പറിക്കാൻ വരുന്നു, ഇന്ന് വരെ ഞങ്ങളെ ആരും ഭരിച്ചിട്ടില്ല, ഇവിടെ ഒരു കാവൽക്കാരനും കണ്ടില്ല, നിങ്ങളൊക്കെ ആരാ? അപ്പൊ കൃഷ്ണ ഭഗവാൻ മീശയോട് വെച്ച് ഒട്ടുമീശ വെച്ചിട്ട് പറയാം,
അത് ശരി, നിങ്ങളായിരുന്നു അല്ലേ ഇന്നലെ വരെ മോഷണം? ഈ കള്ളന്മാരാരാണ് ഞാൻ അന്വേഷിച്ച് നടക്കാൻ നിങ്ങളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞെന്ന് പേടിപ്പിച്ചിട്ട് എന്താണ്? എന്തായാലും നിങ്ങൾ ഇത്ര ദിവസം മോഷ്ടിച്ചു. ഞാൻ നിങ്ങളെല്ലാം കൊണ്ടുപോയി കംസന്റെ മുമ്പേ നിർത്തും, കംസൻ നിങ്ങളെ കൊന്നുകളയും. അല്ലെങ്കിൽ പോട്ടെ, എനിക്ക് വന്നിട്ട് ഇത്ര ഫൈൻ അടയ്ക്കണം. മലയാളത്തിൽ എന്ന് പറയും ഫൈന്? പിഴ അടയ്ക്കണം. ഉടനെ ഗോപികമാർ പേടിച്ചു വിറച്ചു ചോദിക്കാണ്, എന്താണാവോ പിഴ? ഒരു മനുഷ്യനെ കൊണ്ട് തരാൻ പറ്റാത്ത അത്രയ്ക്ക് ലിസ്റ്റിൽ പിഴ ഇവർ എഴുതി കൊടുത്തു. 100 ഇത്ര സ്വർണം, ഇത്ര വെള്ളി. ഇത് കൃഷ്ണ ഭഗവാൻ ലിസ്റ്റ് കൊടുക്കുമ്പോ മധുമംഗളൻ, കൃഷ്ണന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇങ്ങനെ നടക്കുന്ന ഒരു ബ്രാഹ്മണ കുട്ടി, അവൻ നടുക്ക് പറഞ്ഞ കൃഷ്ണ 100 ലഡ്ഡു കൂടെ പറഞ്ഞ, എന്നാ ശരി 100 ലഡ്ഡു 100 ജിലേബി, ഫൈൻ ലിസ്റ്റ്. ഗോപികമാരെല്ലാം പേടിച്ചു നിന്നപ്പോ കൃഷ്ണ ഭഗവാന്റെ അരയിലുള്ള ഓടക്കുഴൽ പതുക്കൊന്ന് തല പുറത്തിട്ടു. ഗോപികമാർക്ക് മനസ്സിലായി ഈ കാവൽക്കാരന്മാർ മൊത്തം ഇവന്മാരാണ്. ഇവരെ പതുക്കെ, പക്ഷെ ഇവർ പേടിച്ച പോലെ അഭിനയിച്ചു. നാളെ ഇന്ന സമയത്തിൽ വന്ന് തരാമെന്ന് പറഞ്ഞു. കൃഷ്ണനും കൂട്ടുകാരും ഭയങ്കര സന്തോഷം. നാളെ ലഡ്ഡു കിട്ടും, അത് കിട്ടും, വെണ്ണ കിട്ടും, ലിസ്റ്റ് ഇട്ടിട്ട് പോയിരിക്കാണ്. ഗോപികമാരെല്ലാം തീരുമാനിച്ചു, നമ്മുടെ സർവത്ര സഖിമാരെ നാളെ ഒരുമിച്ചാക്കണം. വ്രജഭൂമിയിലുള്ള താലവനം, കുമുദവനം, ആവനം, 12 വനങ്ങളിൽ എല്ലാ ഗോപികമാരെ നാളെ ഒരുമിച്ചാക്കണം. ഒരു ഗോപനും 3 ഗോപികമാരുണ്ടായിരിക്കണം. എല്ലാവരും മരത്തിന്റെ പുറകെ ഒളിച്ചിരുന്നു. കൃഷ്ണനും കൂട്ടുകാരും, കൃഷ്ണ, സുധാമ, ശ്രീധാമ, ബലരാമ, സ്റ്റോക്ക കൃഷ്ണ, മധുമംഗള, ഗോപന്മാരെല്ലാം വന്ന് കൃത്യസമയം. ഗോപികമാരെല്ലാം പാഞ്ഞ ഗോപന്മാരെ മീതെ വീണ് എത്ര ഇടിക്കാൻ പറ്റോ ഇടിച്ച്, മുഖമെല്ലാം ഇടിച്ച് ഷേപ്പ് മാറ്റി. 14 ലോകം, അണ്ടചരാചരം, സൂര്യനും യമൻ വരെ പേടിച്ച് നിൽക്കുന്ന സർവേശ്വരൻ ആരുടെ കയ്യിൽ അടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്? ഗോപികമാരുടെ കയ്യിൽ അടിയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കൃഷ്ണനും ബലരാമനും അടി വാങ്ങിച്ചതിന് ശേഷം ഗോപികമാർ പൊട്ട് വെച്ച്, ഇവിടെ പൊട്ട് അവിടെ പൊട്ട്, പാവാട കൊടുത്ത് എല്ലാം നിർത്തി വെച്ചു. ഭഗവാനെ ഭാഗവതം പറയുന്നു, യമൻ പോലും കണ്ടാൽ ഭയക്കും. ആരെ? ഭഗവാൻ. ധർമ്മരാജൻ ഭയക്കും, യമൻ ഭയക്കും, കാലൻ ഭയക്കും, മരണം ഭയക്കും. പക്ഷെ ഇവിടെ ആരാ പേടിക്കുന്നത്? ഇനിയൊരു ഗോപസ്ത്രീ എന്താ ചെയ്യണത്? മുറ്റത്തിട്ട് ഓട്ടിക്കൽ. കൃഷ്ണനും പേടിച്ച് ഓടുക. ഗോപസ്ത്രീ കമ്പെടുത്ത് ഓട്ടിച്ചുകൊണ്ടിരിക്കുക. ആരത്? യശോദ. അതുകൊണ്ട് ഗോപികാഗീതത്തിൽ ഈ ശ്ലോകമുണ്ട്, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാമന്തരാത്മജൻ വികസനാർത്ഥിതോ വിശ്വഗുപ്തയേ തതൗ ദേവാൻ സത്വതാം കുലേ. ഹരേ കൃഷ്ണ. സ്നേഹിക്കുന്നവരെ നമ്മളെ സ്വാധീനിക്കാൻ, നമ്മുടെ മീതെ ആധിപത്യം സമർത്ഥാനും നമ്മൾ മനഃപൂർവ്വം അനുവദിച്ചു കൊടുക്കുക. ഇത് രാധാറാണിയുടെ 3ാമത്തെ സ്വഭാവം. ആദ്യത്തത് എന്തായിരുന്നു? നിസ്വാർത്ഥമായ സ്നേഹം. 2ാമത്തത് അവരുടെ അടുത്തിരുന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തത്. 3ാമത്തത് ആധിപത്യം ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. 4ാമത്തത് ഇതൊരു മനോഹരമായ ഗുണം, ആ സേവനം കഴിഞ്ഞാൽ ആ അഹം മമേതി, ഞാൻ അഹം എന്ന ഭാവം ഇല്ലാണ്ടാവുക. ഇപ്പൊ ഒരു കാര്യം, ഇവിടെ ഭക്തർ കേക്ക് ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ ഞാൻ എണീറ്റിട്ട് ഈ മഞ്ഞ കളർ കേക്ക് ആരാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാല് നിശബ്ദരായിരിക്കോ? ആരെങ്കിലും 4-5 പേര് എണീക്കോ? എന്തായിരിക്കും ആൻസർ? 4-5 പേര് എണീക്കും. ഒരാൾ, ഞാൻ കേൾക്കൂടെ, ആ പേപ്പർ ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്, പൊതിഞ്ഞത് ഞാനാണ്, ആ കളർ ഡിസൈൻ ചെയ്തത് ഞാനാണ്. നമ്മൾ പറയോ ഇല്ലേ?
തീർച്ചയായിട്ടും പറയും. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും നോക്കുകൂലി, ഞാൻ അടുത്തിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു, അതെങ്കിലും നമ്മൾ പറയും. CIQ-കാർ പറയാറില്ലേ, നോക്കുകൂലി കേരളത്തിന് മാത്രമുള്ള. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു, അതും പറയും. അഹം മമേതി, ഞാൻ ചെയ്തു എന്ന ഭാവം. കൃഷ്ണ ഭഗവാൻ എപ്പോൾ 10ാമത്തെ വയസ്സിൽ കംസനെ വധിക്കാനായി വൃന്ദാവനം വിട്ടു പോയോ, അതിനുശേഷം രാധാറാണിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 10 വയസ്സ് വരെ ഭഗവാന്റെ ലീലകളിൽ ഞാൻ ഉണ്ടാകണം, ഭഗവാനെ സേവിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരയ്ക്ക് പോയി, മധുരയിൽ ഇരുന്ന് പിന്നെ ഗുരുകുലത്തിൽ പോയി, ഹസ്തിനാപുരം, ഇന്ദ്രപ്രസ്ഥം, ദ്വാരക. 10 വയസ്സിന് ശേഷം രാധാറാണിയെ കുറിച്ചുള്ള വിവരം ഭാഗവതത്തിലില്ല, പുരാണങ്ങളിലില്ല, എവിടെയുമില്ല. രാധാറാണിക്ക് എന്ത് പറ്റി, എന്തായിരുന്നു, ഒരു വിവരവും ഇല്ല. ആർക്കെങ്കിലും രാധാറാണിയെ കുറിച്ച് 10 വയസ്സിനപ്പുറത്തുള്ള വിവരമുണ്ടോ? എനിക്ക് ഡൗട്ട്, വ്യാസമഹർഷിക്ക് തന്നെ ഇൻഫർമേഷൻ ഉണ്ടോ? അഹം, ഞാൻ അങ്ങനെ ഡിസോൾവ് ആയി. ഒരു ഭക്തൻ സേവനം ചെയ്തിട്ട് എവിടെയും ഞാൻ ചെയ്തു എന്ന് അവകാശമില്ലാതെ അങ്ങനെ ഒതുങ്ങി കാണാതെ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ മാറ്റി, എത്ര വലിയ സെൽഫ്ലെസ് ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ചെറിയ കാര്യം ചെയ്താൽ പോലും ഞാൻ ചെയ്തു എന്ന് അവകാശം ഇല്ലേ? ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ചില തലയിൽ സൈഡിൽ കൂടെ തലയിടും. എന്തിനാണ്? ഞാൻ എങ്ങനെയെങ്കിലും അതിനകത്ത് വരും. ഇനി അഥവാ തല വന്നില്ലെങ്കിൽ 2 വിരൽ മാത്രം വരും. ഞാൻ എത്ര പ്രാധാന്യമാണ്. പക്ഷെ ഭഗവത് ലീല വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീല കഴിഞ്ഞ് വൃന്ദാവനം വിട്ട് ഭഗവാൻ മധുരയിൽ പോയപ്പോ രാധാറാണി ഗുഹ്യമായി. വൃന്ദാവനത്തിൽ നന്ദഗോപരെ കുറിച്ച്, യശോദയെ കുറിച്ച് പോലും പരാമർശമുണ്ട്. പക്ഷേ രാധാറാണിയെ കുറിച്ച് യാതൊരു ഇതുമില്ല. അത് രാധാറാണിയുടെ ഈ ഒരു ഗ്രേറ്റ് ക്വാളിറ്റി. അഹം മമേതി, ഞാനാണ് എന്ന് അവകാശമില്ല. പിന്നെ 5ാമത്തത്, രാധാറാണിയെ കുറിച്ചുള്ള പരാമർശം ശാസ്ത്രത്തിലില്ല, അവിടെയില്ല. പിന്നെ എവിടെയാ ഉള്ളത്? ഇപ്പോ ഭാഗവതം എടുത്താൽ കൃഷ്ണലീലകൾ നമുക്കറിയാൻ പറ്റും. ഭഗവത്ഗീത തുറന്നാൽ കൃഷ്ണന്റെ ഉപദേശം നമുക്ക് കേൾക്കാൻ പറ്റും. രാധാറാണിയെ കുറിച്ച് നമ്മൾ എവിടെയാ വായിച്ചു പഠിക്കുക? ഒരു ബുക്കിലും ഇല്ല, ക്ഷേത്രങ്ങളിലില്ല, മതിൽ ചുവരുകളിലില്ല, പഴയ താലിയോലകളിലില്ല, എവിടെയും ഇല്ല. കൃഷ്ണ ഭഗവാന്റെ ഹൃദയത്തിൽ മാത്രമേ രാധാറാണിയുടെ ഇൻഫർമേഷൻ ഉള്ളൂ. ഭഗവാൻ ആർക്ക് തരണം എന്ന് വിചാരിക്കുമോ അവിടെ തരും, അല്ലാതെ പുസ്തകമോ ഒന്നുമേ ഇല്ല. വേറെ എവിടെയും നമുക്ക് രാധാറാണിയെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഭഗവാന്റെ ഹൃദയത്തിൽ മാത്രമാണ് രാധാറാണി വസിക്കുന്നത്. സോ ആ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭക്തിയാണ് ആരുടെ? ശ്രീമതി രാധാറാണിയുടെ. ശ്രീമതി രാധാറാണി രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ
രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ 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 Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Srimati Radharani Hare Krishna. So, എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ പ്രദീപ് ജി നമ്മുടെ നെയ്ബറാണ്. അവരുടെ മകൻ അർജുൻ മെഡിക്കൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഡോക്ടറാണ്. ആ സന്തോഷത്തിൽ ഇന്നത്തെ മധുര പലഹാരം പലരും അവരാണ് സ്പോൺസർ ചെയ്തത്. സോ ഡോക്ടർ അർജുനും പ്രദീപ് പ്രഭുവിനും കുടുംബത്തിനു വേണ്ടി ഒരു തവണ എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ. പിന്നെ ഈ രാധാഷ്ടമി സുദിനത്തിൽ പ്രഭു ഉണ്ണികൃഷ്ണൻ പ്രഭു ഭഗവത്ഗീത സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അദ്ദേഹം ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഭഗവത്ഗീത സ്പോൺസർ 20 പുസ്തകം സ്പോൺസർ ചെയ്തിരിക്കുകയാണ് രാധാഷ്ടമി ദിവസം. ആർക്ക് വേണ്ടി? ഓക്കെ, അപ്പം അദ്ദേഹത്തിന് പ്രഭു ഇതെവിടെ കൊടുക്കാനാ? ആർക്ക് കൊടുക്കാനാ? ഭക്തர்கள் ഫ്രീ ആയിട്ട്. ഓക്കെ, വലിയ സന്തോഷം, നല്ല കാര്യം. പ്രഭുവിന് വേണ്ടി ഒരു തവണ എല്ലാവരും ഹരേ കൃഷ്ണ ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. സോ പ്രഭു താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചില സത്സംഗമുണ്ട്, വളരെ സാധാരണക്കാരുള്ള സത്സംഗം. അത് പ്രഭു പറയും, അവിടെ ഏൽപ്പിക്കുക. ചില വളരെ ഉള്ള സത്സംഗങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊടുക്കുക. ഹരേ താങ്ക് യു. പിന്നെ ഈ വരുന്ന ഓണം ഓണം 5, 6, 7 3 ദിവസവും ഇവിടെ സത്സംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5-ാം തീയതി ഇവിടെ ഒരു ചെറിയ പൂക്കള മത്സരം, ഭഗവാന്റെ മുറ്റം മുഴുവനും പൂക്കളം. 4-ാം തീയതി പൂക്കള മത്സരം. അപ്പൊ 4-ാം തീയതി വൈകുന്നേരം പൂക്കളം ചെയ്താൽ 5-ാം തീയതി രാവിലെ ഭഗവാൻ ദർശനമെടുക്കുന്നത് ഈ ഓണപ്പൂക്കളമായിരിക്കും. അപ്പൊ അത് ടീമായിട്ട് അതിൽ വന്ന് മത്സരിക്കാം. അതിൽ വിജയിക്കുന്ന ജേതാക്കൾക്ക് ഒരു ചൈതന്യ ചരിതാമൃതം സെറ്റ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് 5000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടീമായിട്ട് 2 മുതൽ 10 പേര് വരെയുള്ള ടീമുകളാകാം. കവിത മാതാജി വന്നിട്ടുണ്ടോ?
ഓക്കെ, അവരാണ് രജിസ്റ്റർ ചെയ്യണേ. അപ്പം 4-ാം തീയതി വൈകുന്നേരം നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഇവിടെ പൂക്കളം ചെയ്യാം. 5-ാം തീയതി രാവിലെ പ്രൈസ് അനൗൺസ് ചെയ്യും. ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇങ്ങനെ ഇവിടെ ഭഗവാന്റെ മുറ്റത്ത് ഓണപ്പൂക്കളം ചെയ്യാനായിട്ട്? താല്പര്യമുണ്ടോ? അത് ശരി, അല്ല, ഓക്കെ, വെരി ഗുഡ്. ഉള്ളവര് പേര് കൊടുക്കുക. അവര് ആരാണത്? വോളണ്ടിയറുടെ കൃഷ്ണ, എനിക്ക് നിൽക്കും. ഓക്കെ, പേരെന്താ? കൃഷ്ണപ്രിയയുടെ അടുത്ത് പേര് കൊടുക്കുക. സോ പൂക്കളം, ഫോട്ടോഗ്രാഫി, അങ്ങനെ പല മത്സരങ്ങളുണ്ട്. പിന്നെ വളരെ സ്പെഷ്യൽ ഈ വർഷം ഓണത്തിന് വാമന ജയന്തിക്ക് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇവിടെ ശനിയാഴ്ച 6-ാം തീയതി ഭക്തന്മാർ ഒരുമിച്ച് കൂടി 64 മാല 8 മണിക്കൂർ അന്ന് നമ്മൾ നാമജപം 64 മാല ജപം ചെയ്യാൻ രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2-3 മണി വരെ. നടുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും, ലഞ്ചൊക്കെ കിട്ടും. ഈ ഓണം വന്ന് 6-ാം തീയതി ഒരുമിച്ച് കൂടി 64 മാല ജപിക്കാനുള്ള ഇതാണ്. എത്ര പേർക്ക് അതിൽ താല്പര്യമുണ്ട്? 6-ാം തീയതി. ശരി, എല്ലാവരും പേര് കൊടുത്തോ? അങ്ങനത്തെ നല്ല കാര്യമൊന്നും നടന്നിട്ടുണ്ടാവില്ല. പേര് കൊടുത്തില്ല. പേര് കൊടുത്തില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇല്ല. ഗായത്രി എവിടെ? എണീറ്റ് നിൽക്കും. സോ ഈ 64 മാല പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഏത് ഡേറ്റിലാണ്? ഏത് ഡേറ്റിലാണ്? 6-ാം തീയതി ശനിയാഴ്ച 64 മാല രാവിലെ മംഗളാരത്തി കഴിഞ്ഞ് 5 മണിക്ക് ജപം തുടങ്ങിയാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ഉച്ചയ്ക്ക് 1 മണി 2 മണി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാവും. ചെയ്യാൻ താല്പര്യമുള്ളവർ പോകുന്ന മുമ്പേ പേര് കൊടുക്കുക. കാരണം അതനുസരിച്ചായിരിക്കും അവിടെ പ്രസാദം റെഡിയാക്കുന്നത്. ഞാൻ ഇസ്കോണിന്റെ മെമ്പറാണ്, കൃഷ്ണബലരാമന്റെ തൊട്ടടുത്ത ആളാണ്. അതുകൊണ്ട് പേര് തരണ്ട എന്ന് ആരും വിചാരിക്കരുത്. എല്ലാവരും ഇപ്പൊ എത്ര പേര് കിട്ടി? 70, 20. സോ ബാക്കിയുള്ളവര് എത്ര പേരാ വരുന്നത്? 64 മാല ജപത്തിന് 6-ാം തീയതി. ഓക്കെ, എല്ലാവരും പോകുന്ന മുമ്പേ പേര് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച 7-ാം തീയതി ഭഗവാന്റെ വക ഓണസദ്യ. അതിന് എത്ര പേർ തയ്യാറ്? ആരും വേണ്ടേ? ആർക്കും വേണ്ടേ? 7-ാം തീയതി ഞായറാഴ്ച ഭഗവാൻ എല്ലാവർക്കും ഓണസദ്യ തരും. എത്ര പേർക്ക് വേണം? അപ്പൊ കൈ കുറച്ച് കൂടും. സോ 7-ാം തീയതി നമ്മുടെ തൈക്കാട് സത്സംഗമില്ല. പക്ഷെ തൈക്കാട് ഭക്തരാണ് ഇന്ന് അവിടെ ഇവിടെ വന്ന് പ്രസാദം ഉണ്ടാക്കുന്നത്. രാവിലെ ഇവിടെ സത്സംഗം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:30 മണിയോട് ഭഗവാന്റെ വകയായിട്ട് എല്ലാവർക്കും ഓണസദ്യ ഉണ്ടായിരിക്കും. ഈ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് സത്സംഗം, കീർത്തനമൊക്കെ ഉണ്ട്. 5, 6, 7 3 ദിവസം. എത്ര പേര് വരില്ല? എത്ര പേര് വരും? ഓക്കെ, വെൽക്കം. ഹാപ്പി രാധാഷ്ടമി. ശ്രീല പ്രഭുപാദ് കി